എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ ഒരു നല്ല അവസരം കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു ടാസ്ക് തന്നെയാണല്ലേ. ചിലർക്ക് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് നല്ല ജോലികൾ കിട്ടുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും എന്താ അതിൻ്റെ ഒരു സീക്രട്ട്? വാ, നമുക്കിന്നത് കണ്ടുപിടിക്കാം. നിങ്ങളുടെ കരിയറിന് തന്നെ ഒരു പുതിയ ദിശ നൽകാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ നമ്പർ ഒന്ന് നോക്കിയേ. 70%. ഷോക്കിംഗ് ആണല്ലേ? സത്യമാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2025-ൽ കിട്ടുന്ന 10-ൽ 7 ജോലികളും ഓൺലൈനായി അപ്ലൈ ചെയ്തിട്ടല്ല കിട്ടാൻ പോകുന്നത്. പിന്നെങ്ങനെയാ? നെറ്റ്വർക്കിങ്ങിലൂടെ. അതായത് വെറുതെ മൗസ് ക്ലിക്ക് ചെയ്തിട്ടല്ല, ആളുകളുമായി സംസാരിച്ച് ബന്ധങ്ങളിലൂടെയാണ് ആ ജോലികൾ കിട്ടുന്നത്. അപ്പോ എന്താണിവിടത്തെ യഥാർത്ഥ പ്രശ്നം? ഈ സ്ക്രീനിലെ 2 സൈഡും ഒന്ന് നോക്കിക്കേ. ഒരു സൈഡിൽ നമ്മൾ കഷ്ടപ്പെട്ട് അയക്കുന്ന 100 കണക്കിന് ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ എങ്ങോട്ടാ പോകുന്നേ? ഒരു ബ്ലാക്ക് ഹോളിലേക്ക് എന്ന പോലെ അപ്രത്യക്ഷമാവുന്നു. പക്ഷേ മറ്റേ സൈഡിൽ നോക്കൂ, നല്ല മനുഷ്യബന്ധങ്ങൾ പുതിയ പുതിയ വാതിലുകൾ തുറന്നു തരുന്നു. ഒന്നാർക്കും നമ്മളെ അറിയാത്ത, ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു പരിപാടിയാണെങ്കിൽ മറ്റേത് വിശ്വാസത്തിൻ്റെയും റെഫറലിൻ്റെയും ഒക്കെ പുറത്ത് കെട്ടിപ്പടുത്ത ഒന്നാണ്. ആക്റ്റീവാണ്, പേഴ്സണലാണ്. എന്താ ശരിക്കും ഈ ആപ്ലിക്കേഷൻ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ? എത്ര നല്ല യോഗ്യതയുണ്ടായിട്ടും നമ്മുടെ റെസ്യൂമെ എങ്ങോട്ടായി പോകുന്നത്? ഇതിൻ്റെ പിന്നിലൊരു വില്ലനുണ്ട്. ഒരു AI ഗേറ്റ് കീപ്പർ, ATS എന്ന് പറയും. അതായത് ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റംസ്. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ നമ്മുടെ റെസ്യൂമേൽ ചില പ്രത്യേക കീവേഡുകൾ തിരയും. അത് കണ്ടില്ലെങ്കിൽ ഒരു മനുഷ്യൻ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അപേക്ഷയെ അത് റിജക്റ്റ് ചെയ്യും. അതാണ് സംഭവം. അപ്പോൾ പിന്നെ ഈ AI-യുടെ മതിലൊക്കെ ചാടിക്കടക്കാൻ എന്താ ഒരു വഴി? അതിനുള്ള ഉത്തരമാണ് ഇവിടെ കാണുന്നത്. ബന്ധങ്ങൾ. നല്ല കണക്ഷൻസ് ഉണ്ടെങ്കിൽ അടഞ്ഞ വാതിലുകൾ പോലും തുറന്നു കിട്ടും. ഇന്നത്തെ ഈ ഹൈബ്രിഡ് വർക്ക് കൾച്ചറിലൊക്കെ ആരെന്നുപോലും അറിയാത്ത ഒരു 100 CV കാണുന്നതിനേക്കാൾ കമ്പനികൾക്ക് വിശ്വാസം അവർക്ക് പരിചയമുള്ള, അവർ വിശ്വസിക്കുന്ന ഒരാളെ റഫർ ചെയ്യുന്ന ആളെയാണ്. ആ ട്രസ്റ്റിനാണ് അവിടെ വില. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. കാര്യം ക്ലിയർ ആവും. കണ്ടോ ആ വ്യത്യാസം? നെറ്റ്വർക്കിംഗ് വഴി ജോലി കിട്ടുന്നവരുടെ എണ്ണം എവിടെ കിടക്കുന്നു, ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി കിട്ടുന്നവരുടെ എണ്ണം എവിടെ കിടക്കുന്നെന്ന് നോക്കൂ. 10-7 പേരും ജോലി നേടുന്നത് ബന്ധങ്ങളിലൂടെയാണ്. ഇതൊരു തമാശയല്ല, ഇതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി. ഓക്കെ, അപ്പം നെറ്റ്വർക്കിംഗ് ഭയങ്കര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. പക്ഷേ ഇതെങ്ങനെ ശരിയായിട്ട് ചെയ്യും? കണ്ണി കണ്ടവർക്കൊക്കെ കണക്ഷൻ റിക്വസ്റ്റ് അയച്ചാൽ മതിയോ? പോരാ, അതിന് ചില രീതികളുണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റണം. അതിന് സഹായിക്കുന്ന 5 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. ഇതാണ് ആ 5 കാര്യങ്ങൾ. ഒന്നാമത്തേത്, റിലേഷൻഷിപ്പ് ഇക്വിറ്റി. സിമ്പിളായി പറഞ്ഞാൽ, അങ്ങോട്ട് ചോദിക്കുന്നതിന് മുൻപ് ഇങ്ങോട്ടെന്തേലും കൊടുക്കുക. ഒരു നല്ല ആർട്ടിക്കിൾ ഷെയർ ചെയ്യുന്നത് പോലും മതി. 2, വിസിബിലിറ്റി. ആളുകൾ നമ്മളെ ഓർത്താലല്ലേ നമ്മളെ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ ഫീൽഡിൽ ആക്റ്റീവായി നിൽക്കുക. 3, ഡിജിറ്റൽ പ്ലസ് ഹ്യൂമൻ. ഓൺലൈനിൽ പരിചയപ്പെടുന്നവരെ ഒരു ചെറിയ സൂം കോളിലൂടെയോ മറ്റോ ഒരു യഥാർത്ഥ സംഭാഷണത്തിലേക്ക് കൊണ്ടുവരിക. 4, ഇൻഫർമേഷണൽ ഇൻ്റർവ്യൂ. എനിക്കൊരു ജോലി വേണം എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങളുടെ കരിയർ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കെന്തു പഠിക്കാം എന്ന് ചോദിക്കുക. അതാണതിൻ്റെ രീതി. അവസാനത്തേത്, കൺസിസ്റ്റൻസി. 100 പേർക്ക് വെറുതെ മെസ്സേജ് അയക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് 10 പേരുമായി നല്ലൊരു ബന്ധം തുടർച്ചയായി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസൊക്കെ കൊള്ളാം. ഇനി ഇതെങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരും? നാളെ മുതൽ തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ചില കിടിലൻ ഫ്രെയിംവർക്കുകൾ നോക്കാം. ഇതിലെ ആദ്യത്തെ മോഡലാണ് 3C. അതായത് കണക്ട്, കോൺവേഴ്സ്, പിന്നെ കണ്ടിന്യൂ. ആദ്യം ഒരാളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക, പിന്നെ അവരുമായിട്ട് സംസാരിക്കുക, ഒരു കോൺവെർസേഷൻ തുടങ്ങുക. അത് കഴിഞ്ഞ് ആ ബന്ധം അങ്ങനങ്ങ് വിട്ടുകളയാതെ കണ്ടിന്യൂ ചെയ്യുക. വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു മെത്തഡാണിത്. ആദ്യത്തെ സ്റ്റെപ്പായ കണക്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വരുത്തുന്ന ഒരു വലിയ തെറ്റുണ്ട്. വെറുതെ ഒരു ഹായ് അയയ്ക്കുക, അല്ലെങ്കിൽ ഒന്നും എഴുതാതെ ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയയ്ക്കുക. അത് ചെയ്യരുത്. എപ്പോഴും ഒരു പേഴ്സണലൈസ്ഡ് നോട്ട് കൂടെ വെക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഇന്നലെ ഷെയർ ചെയ്ത ആ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു, അതിലെ ആ പോയിന്റ് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായി എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അടുത്തത്, ഇൻഫർമേഷണൽ ഇൻ്റർവ്യൂ. ഓർക്കണം, നമ്മൾ ജോലി ചോദിക്കാനല്ല പോകുന്നത്, പഠിക്കാനാണ്. ആദ്യം നിങ്ങളുടെ ഫീൽഡിലുള്ളൊരു പ്രൊഫഷണലിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് വളരെ ബഹുമാനത്തോടെ ഒരു മെസ്സേജ് അയയ്ക്കുക. അവരെ സമയം വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കണം. ഒരു 10 മിനിറ്റ് സമയം മാത്രം ചോദിച്ച് ഒരു 3 നല്ല ചോദ്യങ്ങൾ തയ്യാറാക്കി വെക്കുക. സംസാരിച്ചു കഴിഞ്ഞാൽ മറക്കാതെ നന്ദി പറയുക. പിന്നെ കുറച്ചാഴ്ച കഴിഞ്ഞൊരു ചെറിയ ഫോളോ അപ്പുമാകാം. നിങ്ങളുടെ വിസിബിലിറ്റി ഒന്ന് കൂട്ടാൻ റെഡിയാണോ? എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു 7-day ചാലഞ്ച്. ഓരോ ദിവസവും ഒരു ചെറിയ ടാസ്ക്.
ഒന്നാമത്തെ ദിവസം ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക, രണ്ടാമത്തെ ദിവസം 3 പോസ്റ്റിന് കമന്റ് ചെയ്യുക. അങ്ങനെ ഇത് നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് കൂട്ടാനും നെറ്റ്വർക്കിംഗ് ഒരു ശീലമാക്കാനും അടിപൊളിയാണ്. വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ, ട്രൈ ചെയ്തു നോക്കൂ. ഇന്നത്തെ കാലത്ത് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം കളയുന്ന പരിപാടിയാണെന്ന് വിചാരിക്കരുത്. വർക്ക് ഹാർഡ് അല്ല, വർക്ക് സ്മാർട്ടാണ് വേണ്ടത്. അതിന് നമ്മളെ സഹായിക്കാൻ കുറേ ടൂൾസ് എന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലിങ്ക്ഡിൻ AI കോച്ച്, ChatGPT, കാലൻഡ്ലി, പിന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പുകൾ. ഇതൊക്കെ നമ്മുടെ നെറ്റ്വർക്കിംഗ് സൂപ്പർ ചാർജ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ നല്ല വാക്കുകൾ കിട്ടുന്നില്ലേ? ChatGPTയോട് ചോദിച്ചാൽ മതി. ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യാൻ 5-6 മെയിൽ അയച്ചു മടുത്തോ? ഒരു കാലൻഡ്ലി ലിങ്ക് അയച്ചാൽ സംഭവം സിമ്പിളായി. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം. ഈ ടെക്നോളജി, അതായത് AI ഒക്കെ ഒരു പൈലറ്റിനെ പോലെയാണ്. വണ്ടി ഓടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ ടൂൾസിന് നമ്മുടെ സമയം ലാഭിക്കാം, പക്ഷെ ഒരു ആത്മാർത്ഥമായ മനുഷ്യബന്ധം ഉണ്ടാക്കാൻ അതിന് കഴിയില്ല. അതുകൊണ്ട് ടെക്നോളജിയെ ഒരു അസിസ്റ്റന്റായി മാത്രം ഉപയോഗിക്കുക. ആ ഹ്യൂമൻ കണക്ഷൻ ഒരിക്കലും വിട്ടുകളയരുത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒരൊറ്റ ഫോർമുലയിലേക്ക് മാറ്റിയാലോ? നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് സ്ട്രാറ്റജിയുടെ ഒരു വിജയമന്ത്രം എന്ന് തന്നെ പറയാം. ഇതാണ് ആ ഫോർമുല. നെറ്റ്വർക്കിംഗ് ഈക്വൽ ടു വിസിബിലിറ്റി പ്ലസ് വാല്യൂ പ്ലസ് കൺസിസ്റ്റൻസി. അതായത് ആളുകൾ നിങ്ങളെ കാണണം, നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒന്ന് നൽകണം. പിന്നെ ഇത് 1-2 തവണ ചെയ്തിട്ട് നിർത്തരുത്, സ്ഥിരമായി ചെയ്യണം. ഈ 3ഉം ചേരുമ്പോഴാണ് ശരിക്കുള്ള അവസരങ്ങൾ നമ്മളെ തേടി വരുന്നത്. ഈ ഒരു വാചകം മനസ്സിൽ വെച്ചോളൂ. വിസിബിളും വാല്യുബിളും ആയിരിക്കുന്നവരിലേക്ക് അവസരങ്ങൾ ഒഴുകിയെത്തും. വെറുതെ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനു പകരം അവസരങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നൊരു മാഗ്നറ്റായി നമ്മൾ മാറണം. അതാണ് ഇതിൻ്റെയൊക്കെ കാതലായ വിഷയം. അപ്പോൾ പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ ആഴ്ച നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞു കാര്യം എന്തായിരിക്കും? ചിലപ്പോൾ അതൊരു ലിങ്ക്ഡിൻ കമൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ കണക്ഷൻ റിക്വസ്റ്റ്, അതുമല്ലെങ്കിൽ പഴയൊരു സുഹൃത്തിന് വെറുതെ ഒരു ഹായ് അയക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, പക്ഷേ ഒരു ചെറിയ സ്റ്റെപ്പ് ഇന്ന് തന്നെ മുന്നോട്ട് വയ്ക്കുക. നിങ്ങളുടെ കരിയറിന് എല്ലാവിധ ആശംസകളും. നമുക്ക് അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം.